ശ്രീമതി ഉഷ ചന്ദ്രൻ എഴുതിയ നോവൽ ഉജ്ജീവനം. ശാരദ കടുത്ത ശീതസമരത്തിലാണ്. മറ്റാരോടുമല്ല, സ്വന്തം അച്ഛനോട് തന്നെയാണ്. അച്ഛൻ സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല, കുളിക്കുന്നില്ല, മരുന്ന് കൃത്യമായി സേവിക്കുന്നില്ല എന്നിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു അവളുടെ പരാതികൾ. എപ്പോൾ നോക്കിയാലും ശാരദേ, എൻ്റെ ചെല്ലമ്മയുടെ ശാരദേ, ഈ വെറ്റിലയെല്ലാം വാടിയതാണല്ലോ, ശാരദേ, ശങ്കുവിന് ഈ വഴിയൊന്നും കാണുന്നില്ലല്ലോ, കാണുകയാണെങ്കിൽ കവുങ്ങിൽ കയറ്റി രണ്ടടയ്ക്ക പറപ്പിക്കണേ, ശാരദേ ശാരദേ. വെറ്റില മാത്രം തിന്നാണോ അച്ഛൻ ജീവിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കാൻ ശാരദയ്ക്ക് തോന്നാറുണ്ട്. എങ്കിലും വേണ്ടെന്ന് വയ്ക്കും. പാവം, അച്ഛന് വിളിക്കാനും പറയാനും ശുണ്ഠിയെടുക്കാനും വേണമെങ്കിൽ രണ്ട് ചീത്ത പറയാനും താനല്ലാതെ മറ്റാരുണ്ട്? അവൾ കണ്ടു, അച്ഛനിപ്പോൾ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചിരിക്കുന്നു. പഴയ പ്രതാപത്തിൻ്റെ അവശേഷിപ്പുകളൊന്നും ആ ദേഹത്തിപ്പോൾ കാണാനില്ല. പേരെടുത്ത കണക്കുമാഷായിരുന്നു. സനാതനം UP സ്കൂളിലെ മാതൃകാ അധ്യാപകൻ. ആർക്കും അനുകരണീയൻ, മാതൃകാ പുരുഷൻ എന്നുകൂടി വിശേഷിപ്പിക്കാൻ ശാരദയ്ക്ക് തോന്നിപ്പോയി. കാരുണ്യവും ദയാവായ്പും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ കണക്കും കണക്കുകൂട്ടലുകളും അവിടെ പിഴച്ചു രാഘവക്കുറുപ്പ് മാഷിന്. മാഷിനുമുണ്ട് പരാതികളേറെ. അങ്ങേലെ ഉറ്റ ചങ്ങാതി കിട്ടുപണിക്കരോടാണ് പരാതികളെല്ലാം പറയുക. ഇക്കുട്ടി ഇങ്ങനെ വെച്ചാൽ ഞാനെന്താ ചെയ്യുക? എൻ്റെ പണിക്കരെ, പരാതി മകളെ പറ്റിയാണ്. എൻ്റെ കാലം കഴിഞ്ഞാൽ ഇവൾക്കാരാ? ആ ചെക്കനൊന്ന് വേലയെടുക്കാറായി കണ്ടിട്ടേ എന്നെ അങ്ങോട്ട് വിളിക്കാവോ എൻ്റെ കാവിലമ്മേ. ആകെ ഒന്നേയുള്ളൂ, അത് പടുമുളയായി പോവല്ലേ ഭഗവതി. പരാതി തിരിഞ്ഞ് ദൈവത്തോടായി. പിന്നെ എന്താടോ പണിക്കരെ, എനിക്കിങ്ങനെയൊരു ദുർവിധി. ആയ കാലത്ത് സ്വന്തം മകളെ, അതും ഒരെണ്ണത്തിന് 4 അക്ഷരം കൂടുതൽ പഠിപ്പിക്കാൻ തോന്നിയില്ലല്ലോ. എപ്പോൾ നോക്കിയാലും അതിൻ്റെ ഒരിരിപ്പും മട്ടും ഭാവവും. സത്യത്തിൽ എനിക്ക് ഭയം തോന്നുകയാണ്. അവൾക്കൊരു സന്തതിയുള്ളതാണെങ്കിൽ നിഷേധിയായിട്ടാണ് മേലോട്ട് വരുന്നത്. അതിനൊരു നല്ല കാലം ഇനി എന്നാണാവോ ഉണ്ടാകുക? എനിക്കൊന്നും അറിയില്ലേ. പറഞ്ഞു തീർന്നൊടുവിൽ എല്ലാ വേദനയും ഒരു നെടുവീർപ്പിലൊതുക്കും മാഷ്. പണിക്കരപ്പോൾ ഒന്നും മുറുക്കാനുള്ള വട്ടം കൂട്ടുകയായിരിക്കും. എല്ലാം മൂളി കേട്ടുകൊണ്ട് വെറ്റിലച്ചെല്ലം തൻ്റെ മുന്നിലേക്ക് നീക്കിവെച്ച് നല്ല അടയ്ക്കാ തിരയുകയാകും അയാൾ. പഴുത്ത വെറ്റിലയെ ശപിച്ചുകൊണ്ട് അതെടുത്ത് നാരു ചീന്തി കനത്തിൽ അതിന്മേൽ ചുണ്ണാമ്പ് തേച്ച് പിടിപ്പിച്ചു. അടയ്ക്കയെല്ലാം ഉണങ്ങി കൊട്ടയടക്കയായി. അയാൾ പിറുപിറുത്തു. നല്ലതൊന്നുമില്ല പണിക്കരെ, കവുങ്ങിൻ്റെ മണ്ടയൊക്കെ ഉണങ്ങിപ്പോയിരിക്കുന്നു. ഉള്ളത് അടർത്തിയെടുക്കാൻ ഒരാളെ കിട്ടാനുമില്ല. മാഷ് പറഞ്ഞൊന്നും ശ്രദ്ധിക്കാതെ കിട്ടിയതെല്ലാം കൂടി ചുരുട്ടിക്കുട്ടി പണിക്കരത് വായിലേക്ക് തള്ളി. കുട്ടൻ്റെ അച്ഛനിപ്പോൾ എവിടാ മാഷേ? ചോദ്യത്തോടൊപ്പം ചുവന്നു കൊഴുത്ത തുപ്പൽ പുറത്തേക്ക് തെറിച്ചു. തോളത്ത് കിടന്ന കുറിയോണ്ടുകൊണ്ട് ദേഹത്തു വീണ തുള്ളികൾ തൂത്തെടുത്തു. വായിൽ ശേഷിച്ച ദ്രാവകം ചൂണ്ടുവിരലും നടുവിരലും കൂട്ടിച്ചേർത്ത് ചുണ്ടത്ത് പ്രതിരോധം സൃഷ്ടിച്ച് മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി. അത് കണ്ടിട്ട് ഈഷ്യ തോന്നിയെങ്കിലും മാഷത് പുറത്തു കാട്ടിയില്ല. പണിക്കരുടെ ചോദ്യം മുറ്റത്തെ ചുവന്ന വൃത്തത്തിൽ മുങ്ങിപ്പോയി. ഉത്തരം കിട്ടാഞ്ഞപ്പോൾ പണിക്കരുടെ വില്ല് പോലെ വളഞ്ഞ പുരികം ചോദ്യം ആവർത്തിച്ചു. ആർക്കറിയാം, മാഷ് പറഞ്ഞു. ഇവിടുന്ന് പോയത് ഗൾഫിലേക്കാ. ഇപ്പോഴും അവിടെ തന്നെയുണ്ടോ എന്നാർക്കറിയാം? ആരന്വേഷിക്കുന്നു? ഇവനൊന്നും നന്നാവാൻ പോണില്ല പണിക്കരെ. ഇതൊരു ഗുരുശാപമാണെന്ന് കൂടി കൂട്ടിക്കോ. കുട്ടൻ്റെ അച്ഛനെക്കുറിച്ച് ആരെന്ത് ചോദിച്ചാലും കുറുപ്പ് മാഷ് ഇങ്ങനെയാണ്. പെട്ടെന്ന് വികാരാധീനനാവും. പിന്നെ നിർത്താതുള്ള സംസാരമാണ്. അല്ലാതുള്ള അവസരങ്ങളിൽ മൗനം തന്നെയാണ് കൂട്ട്. മിണ്ടാനോ പറയാനോ ഒരുത്തരുമില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. കുട്ടികളെ 4 അക്ഷരം പഠിപ്പിച്ച് കണ്ണു തെളിച്ച് വിട്ടവനാ ഞാൻ. അവനൊരു കുരുത്തം കെട്ടവനാ, വൃത്തികെട്ടവൻ, കല്യാണരാമൻ. മനുഷ്യനായാൽ കുറേയൊക്കെ നാണവും മാനവും വേണ്ടേ? അതെങ്ങനെയാ? അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കുമോ? തറവാടികൾക്കല്ലേ തറവാടിത്തുണ്ടാവൂ. എൻ്റെ കുട്ടി എത്ര കത്തുകൾ അയച്ചതവന്. അവളും അടുത്തെന്ന് കൂട്ടിക്കോ. അല്ലെങ്കിൽ തന്നെ ഇനി അവളെപ്പറ്റി ഓർത്തിട്ട് എന്തിനാ? അവന് കാശുവായിരുന്ന പെണ്ണും പിള്ളയല്ലേ കൂടെയുള്ളത്? ഗദ്ഗതം വൃദ്ധനായ മാഷിൻ്റെ തൊണ്ടയിൽ വന്നു തടഞ്ഞു നിന്നു. ഒന്ന് ചുമച്ച് വീണ്ടും തുടർന്നു. എൻ്റെ ഒരാളുടെ പെൻഷൻ തുക കൊണ്ട് എന്താകാനാ? എൻ്റെ കുട്ടി കിടന്ന് കഷ്ടപ്പെടുകയാ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ. അതുകൊണ്ട് മുട്ടില്ലാതെ പോകുന്നു. ഒരു ചെക്കനുള്ളതാണെങ്കിൽ തല തിരിഞ്ഞും പോയി. അവൻ്റെയല്ലേ സന്തതി. കൂട്ടൻ ഈ വർഷം സ്കൂൾ ഫൈനൽ കഴിഞ്ഞില്ലേ? പണിക്കർ ഇടയ്ക്ക് കയറി. എന്നിട്ടെന്തിനാ നിഷേധി? വായ പൊളിച്ചാൽ തർക്കുത്തരമേ വരൂ. എല്ലാറ്റിനോടും ഒരു തരം നിസ്സംഗത. സർവ്വതിനോടും സർവരോടും പക, അമർഷം, വിദ്വേഷം. അല്ല, എങ്ങനെ അവനങ്ങനെ ആകാതിരിക്കും? മാഷു ന്യായീകരിച്ചു. കുമാരൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ഒരന്യമതക്കാരിയാണെന്ന കേൾവി. ശരിയാണോ? മതവും ജാതിയുമൊക്കെ ആരും നോക്കുന്നിടോ? കോപം മുഖത്തേക്ക് ഇരച്ചു കയറി മാഷിൻ്റെ. പണമല്ലേ വലുത്? അതിനു മീതെ പരുന്തും പറക്കില്ല പണിക്കരെ. നന്ദി കെട്ടവൻ.
കഴിഞ്ഞതെല്ലാം മറക്കാൻ, എൻ്റെ പാവം മോളെ മറക്കാൻ അവനെങ്ങനെ കഴിഞ്ഞു എന്ന് ആലോചിക്കുമ്പോഴാണ് തികട്ടി വന്ന വേദന അദ്ദേഹം കടിച്ചിറക്കി. പോട്ടെ മാഷേ, പുകഞ്ഞ കൊള്ളി പുറത്ത്, ഇനി അതൊന്നും ഓർക്കണ്ട. പണിക്കർക്ക് വല്ലാത്ത സഹതാപം തോന്നി ആ മാതൃകാധ്യാപകനോട്. ഒന്നാമത് സുഖമില്ലാത്ത ആളാണ്. ഉള്ളിലെ സംഘർഷം കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കും. അദ്ദേഹത്തെ തുടരാൻ അനുവദിച്ചുകൂടാ. അതിനായി പണിക്കർ വിഷയം മാറ്റി. ശാരിക്കുട്ടി എവിടെ? കണ്ടില്ലല്ലോ. മാഷ് അത് കേട്ടില്ല. നിർത്താൻ ഭാവവുമില്ലായിരുന്നു. പുകഞ്ഞുവെന്ന് കരുതി വലിച്ചെറിയാനും പറ്റണില്ലല്ലോ പണിക്കരെ. അവൻ കൊടുത്ത സമ്മാനമല്ലേ ഇവിടെ ഒന്നുള്ളത്. ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കുമ്പോഴാ വലിഞ്ഞു മുറുകിയ ഭാവമാണ് എപ്പോഴും. എല്ലാം തച്ചു തകർക്കാനുള്ള ഒരാവേശം അവനിലുണ്ട്. അർദ്ധോക്തിയിൽ നിർത്തി നെടുവീർപ്പയച്ചു. നെടുവീർപ്പിനൊടുവിൽ കൂട്ടിച്ചേർത്തു. ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയാം. പിന്നെ പോട്ടെ, ഒരാൺകുട്ടിയല്ലേ, എങ്ങനെയും പിഴച്ചോളും. മാഷ് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അതായിരുന്നു പണിക്കരുടെ പക്ഷം. അതെ, പിഴച്ചോളും. അത് തന്നെയാണോ ഭയവും. അവൻ്റെ മുഖത്ത് ആ കല്ലിച്ച ഭാവം താൻ കണ്ടിട്ടില്ലേ? സന്തോഷമെന്നൊന്ന് അവിടെ കണ്ടിട്ടേയില്ല. എന്നാൽ സങ്കടമുണ്ടോ? അതൊട്ടില്ല താനും. എന്തോ നിശ്ചയിച്ചുറപ്പിച്ച ഭാവം. കണ്ടാൽ പേടിയാവും. ഒക്കെ മാറും മാഷേ, സാരമാക്കണ്ട. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. പണിക്കർ എണീറ്റു. നാളെ ഞാൻ ഈ വഴി കടക്കാം. പറ്റില്ലാച്ച മറ്റന്നാൾ. ഇതുകൂടി പറയാനാണ് ഞാൻ വന്നത്. വരുമ്പോൾ നമ്മുടെ ശാരദയ്ക്ക് വേണ്ടി ഒരാളെയും കുട്ടിയാവും വരിക. കൈവിരലിൽ സ്വപ്ന കാട്ടി പണിക്കർ. സംഗതിയൊക്കെ കൊള്ളാം. പക്ഷേ ശാരദ എറിയണ്ട. അവൾ അറിഞ്ഞാലത്തെ കാര്യം ഓർക്കാൻ കൂടി വയ്യ. നല്ല പുകിലാകും. മനസ്സിൽ ഗൂഢമായൊരു സന്തോഷം തോന്നിയെങ്കിലും അത് പുറത്തു കാട്ടാതെ വിവശതയോടെ മാഷ് പ്രതിവചിച്ചു. പ്രായാധിക്യം അലയടിക്കുന്ന ചെറുതിരകൾ നെറ്റിയിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യക്ഷപ്പെട്ടു. അതിനറിഞ്ഞാലല്ലേ? പണിക്കർ പരിഹാരം കണ്ടെത്തി. അതെങ്ങനെ പറ്റും പണിക്കരെ? മനസ്സിലാകാതെ മാഷ് ചോദിച്ചു. ഒക്കെയുണ്ട്. ഇപ്പോൾ ഒന്നും ആ കുട്ടിയോട് പറയാൻ നിൽക്കണ്ട. ഞാൻ പോയിട്ട് വരാം. ആ പോക്ക് നോക്കി നിൽക്കെ പണിക്കരുടെ നല്ല മനസ്സിന് നന്ദി പറയുകയായിരുന്നു കുറുപ്പ് മാഷിൻ്റെ ശുദ്ധ മനസ്സപ്പോൾ. പെട്ടെന്ന് ഇടം കണ്ടിട്ട് പരിശ്രമാകുമെന്ന് വീക്ഷിച്ചു. തങ്ങളുടെ സംഭാഷണം എവിടെയെങ്കിലും മറഞ്ഞു നിന്ന് ശാരദ കേട്ടിട്ടുണ്ടാവുമോ? എങ്കിൽ തീർന്നു. അപ്പോഴുണ്ട് തൊടിയിൽ നിന്ന് ഒരു കെട്ട് പുല്ലുമായി അവൾ നടന്നു വരുന്നു. പണിക്കരേട്ടൻ പോവാണോ? പുൽക്കെട്ട് മുറ്റത്തിട്ട് എതിരെ വന്ന പണിക്കരോട് അവൾ ചോദിച്ചു. എന്താ കുട്ടി ഇങ്ങനെ ഒരു കോലം? നിനക്ക് കുളിച്ച് വൃത്തിയായി നല്ല എന്തെങ്കിലും ധരിച്ച് നടന്നൂടെ? അങ്ങനെയൊരു മറുചോദ്യമായിരുന്നു അയാളുടെ ഉത്തരം. ഈ പുല്ല് പറിക്കാൻ പോകാനോ? അവൾ ചിരിച്ചു. അതിപ്പോൾ അല്ലാത്തപ്പോഴോ? ആർക്കു വേണ്ടിയാ പണിക്കരേട്ടാ? ആര് കാണാൻ? ചുണ്ടിൻ്റെ കോണിൽ ഒരു പരിഹാസ ചിരി തെളിഞ്ഞു നിന്നു അത് ചോദിക്കുമ്പോൾ. നിനക്ക് വേണ്ടി തന്നെ. അല്ലാതെ വല്ലവരെയും കാണിക്കാൻ മാത്രമാണോ നന്നായി നടക്കുന്നത്? ആട്ടെ, വല്ലവരും കാണാനുണ്ടായാൽ നീ വൃത്തിയായി നടക്കുമല്ലോ അല്ലേ? അതിലെ ഗൂഢാർത്ഥം പിടികിട്ടാതെ ചിരിച്ചുകൊണ്ടവൾ വീട്ടിലേക്ക് നടന്നു. പൂമുഖത്തേക്ക് കാലെടുത്ത് വച്ചപ്പോൾ അച്ഛൻ്റെ മുരടനക്കം കേട്ട് ശാരദ പിടലി തിരിച്ചു നോക്കി. എന്താ അച്ഛാ? അച്ഛന് വെള്ളം വല്ലതും വേണോ? സത്യത്തിൽ അവളുടെ അപ്പോഴത്തെ ഭാവം എന്തെന്നറിയാനായിരുന്നു മാഷ്ക്ക് തിടുക്കം. എന്നാലും പറഞ്ഞത് മറ്റൊന്നാണ്. നല്ല പഴുക്ക തിന്നാൻ കൊതിയാവുന്നു. ആ ശംഖുവിനെ ഈ വഴി കാണാനേ ഇല്ല. കണ്ടാൽ നാളികേരം പിരിക്കാൻ പറയണം. കൂട്ടത്തിൽ നല്ല പഴുക്കായുണ്ടെങ്കിൽ അതും. ശാരദ അമർത്തിയൊന്ന് മൂളി. കുറച്ച് കഷ്ടമാ അച്ഛാ ഇവരുടെ കാര്യം. കാറുമായി പോയി വെറ്റിലപ്പാക്കു വച്ച് ക്ഷണിച്ചു കൊണ്ടുവരണം ഇക്കൂട്ടരെ. ഒരു ഡോക്ടറെ കൊണ്ടുവരാൻ ഇത്രയും പ്രയാസമില്ല. ഏണി കാറിന് മുകളിൽ വെച്ച് കെട്ടി പ്രൗഢഗംഭീരനായി വരുന്ന ശംഖുവിനെയോർത്ത് ചിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. മാഷ് അപ്പോൾ ആലോചിക്കുകയായിരുന്നു. പാവം, വല്ലപ്പോഴുമാ അതിൻ്റെ മുഖത്തൊരു ചിരി തെളിയുന്നത്. ഒരു താങ്ങില്ലാതെ ഓടി നടന്ന് തളരുകയാണവൾ. എടുത്താൽ പൊങ്ങാത്ത കുടുംബഭാരവും പുറമെ ആസ്തമയുടെ ശല്യവും. ആ ചെക്കനെ ഒന്ന് കരപ്പറ്റിക്കാൻ ഇനിയും എത്ര പാടുപെട്ടാലോ ഒക്കുന്നത്. ഇപ്പോൾ തന്നെ 2 പശുക്കളുണ്ട്. അവറ്റകളോടുള്ള മല്ല് ചില്ലറയാണോ? ഇനി ആടിനെ കൂടി വാങ്ങണമത്രേ. വേണ്ട, സമ്മതിക്കരുത്. മുന്നിലെ ശൂന്യതയിലേക്ക് നോക്കി നിഷേധാർത്ഥത്തിൽ അറിയാതെ തലയാട്ടിപ്പോയി. നാൽക്കാലികളുമായുള്ള മൽപ്പിടുത്തം കൊണ്ടാണോ എന്തോ ഈയിടെയായി അസുഖം അല്പം കൂടുതലാണ്. ഏങ്ങി വലിക്കുന്നത് കണ്ടാൽ ഹൃദയമുള്ളവർ സഹിക്കില്ല. അച്ഛന് ഊണ് വേണ്ടേ? മാഷ് വെറ്റില കയ്യിലെടുക്കുന്നത് കണ്ടോണ്ട് അങ്ങോട്ട് വന്ന ശാരദയുടെ ആത്മകഥം ഉച്ചത്തിലായി. അതെങ്ങനെയാ? വായിന്ന് മുറുക്കാൻ ഒഴിഞ്ഞിട്ട് വേണ്ടേ? അച്ഛനെ അവൾ കുറ്റപ്പെടുത്തി. മകളെ പ്രകോപിപ്പിക്കേണ്ട എന്ന് കരുതി അകത്തുപോയി ഊണ് കഴിച്ചെന്ന് വരുത്തി തിരികെ വന്ന ചാരുകസേരയിൽ നീണ്ടു നിവർന്നു കിടന്നു. കാലുകൾ മുന്നിലുള്ള എഴുത്തുമേശയിലേക്ക് കയറ്റിവെച്ചു. കൂടുതൽ സമയം കാല് തൂക്കിയിട്ടിരിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. നീര് വയ്ക്കുകയാണ്. ഉയർത്തി വയ്ക്കുമ്പോൾ ഒരു സുഖമൊക്കെയുണ്ട്. ആ സുഖാലസ്യത്തിൽ മെല്ലെയൊന്ന് മയങ്ങാൻ നോക്കി. ഈയിടെയായി ഉറക്കമേയില്ല. രാത്രിയും പകലുമെല്ലാം കണ്ണടച്ചാൽ മനസ്സ് ഭൂതകാല സ്മൃതികളിലേക്ക് ഊളിയിട്ടെത്തുകയാണ്. ഓർമ്മകൾ തിക്കിത്തിരക്കി കയറി വരികയായി. പിന്നെ ചെറുതായൊന്ന് മയങ്ങി ഉണർന്നപ്പോൾ ആരെയും കണ്ടില്ല.
ശാരദ പശുവിനുള്ള പുല്ലരിയാൻ പോയിട്ടുണ്ടാവും. ഉച്ചതിരിയുന്നതാണ് അവൾക്ക് കണക്ക്. മഴക്കാലമായതുകൊണ്ട് വൈകാനിരിക്കില്ല. താനും പുറത്തേക്കിറങ്ങുന്നേയില്ല മഴ കാരണം. ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി അയയിൽ കിടന്ന ഒരു കുറിയോണ്ടെടുത്ത് തോളത്തിട്ട് മാഷ് ഇറങ്ങി നടന്നു. അടുത്തുള്ള ചായക്കട ലക്ഷ്യമാക്കി. ചായക്കടയിലിരിക്കുമ്പോൾ മാഷോട് ആരോ ചോദിച്ചു, കുറുപ്പ് മാഷേ, നിങ്ങളുടെ കുട്ടൻ ഇവിടെ എങ്ങും ഇല്ലേ? കാണാറേ ഇല്ലിപ്പോൾ. ഓ, ഞാനും കണ്ടിട്ട് കുറച്ചായി. ആ ഊരുതണ്ടിയുടെ കാര്യം എന്തു പറയാനാ? അമർഷം സ്ഫുരിച്ചിരുന്നു വാക്കുകളിൽ. തിരികെ പോരും വഴി ശംഖുവിനെ കണ്ടു. പിടിച്ച പിടിയാലെ കൂട്ടിക്കൊണ്ടുവന്ന് കവുങ്ങിൽ കയറ്റി നല്ല അടയ്ക്ക പറിപ്പിച്ചു. മാഷിൻ്റെ സന്തോഷം കണ്ടും കൊണ്ടാണ് ശാരദ ചെത്തിയെടുത്ത പുല്ലുമായി അങ്ങോട്ടേക്ക് വന്നത്. ഓ, അച്ഛനിനി കോളായി. അച്ഛനെ അടിമുടി വീക്ഷിച്ചു കൊണ്ടവൾ പറഞ്ഞു. മാഷിന് ദേഷ്യം വന്നു. ഈ മുറുക്കുന്ന ശീലം തനിക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. വെറ്റിലച്ചെല്ല എന്നും തൻ്റെ സന്തത സഹചാരിയായിരുന്നു. സ്കൂളിലേക്ക് പോകുമ്പോൾ പോലും ഒരു കുഞ്ഞു ചെല്ലം കയ്യിലുണ്ടാവും. സ്കൂളിൽ കുട്ടികൾ തനിക്കൊരു ഇരട്ടപ്പേരും കൽപ്പിച്ചു നൽകിയിരുന്നു, തുപ്പൽ കോളാമ്പി. ഏതെങ്കിലും സന്ദർഭത്തിൽ ഇത് മാഷിൻ്റെ കാതിലെങ്ങാൻ എത്തിയാലോ എന്ന് കരുതിയാവും കുട്ടികൾ അത് ലോപിപ്പിച്ച് തുമ്പി എന്നാക്കി. പിന്നീട് രാഘവ മാഷേ, നമ്മുടെ തുമ്പി കുട്ടികൾ പറയും. ഇങ്ങനെയൊക്കെയാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് തന്നെ വലിയ ഭയമായിരുന്നു. പഠിക്കാതെ വന്നാൽ ശിക്ഷ ഉറപ്പായതുകൊണ്ടാവാം തൻ്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കണക്കിൽ മിടുക്കരുമായിരുന്നു. ഇത്രയുമായപ്പോൾ ചിന്തകൾ വീണ്ടും കാടുകയറി തുടങ്ങി. അന്ന് 6ാം ക്ലാസ്സിലെ ബി ഡിവിഷനിൽ പഠിച്ചുകൊണ്ടിരുന്ന മിടുമിടുക്കനായൊരു കുട്ടി. സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന നിഷ്കളങ്ക ഭാവം. ആദ്യമൊന്നും അവനെ താൻ ശ്രദ്ധിക്കുകയുണ്ടായില്ല. ഒരിക്കൽ പേര് ചോദിച്ചപ്പോൾ കുമാർ എന്ന് പറഞ്ഞത് മാത്രം ഓർമ്മയുണ്ട്. ഒരു നാൾ പിഞ്ചി കിഴുത്ത വീണു തുടങ്ങിയ ഷർട്ടുമിട്ടാണ് അവൻ ക്ലാസ്സിൽ വന്നത്. കൃത്യമായ ഉത്തരമെഴുതിയ പേപ്പറുമായി എല്ലാവരിലും മുന്നേ തൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ചോദിച്ചു പോയത്, ഉത്തരത്തിലുള്ള ഈ സംഖ്യയേക്കാളധികം കിഴുത്തുകൾ നിന്റെ കുപ്പായത്തിലുണ്ടല്ലോടാ? അതെ മാഷേ, അതിന് കൂടിക്കൊണ്ടേയിരിക്കും. മറുപടി പെട്ടെന്നായിരുന്നു. അത്ഭുതപ്പെട്ടു പോയി ഒരു നിഷേധിയുടെ സ്വരം. നിഷ്കളങ്ക ഭാവം എങ്ങോ ഓടി ഒളിച്ചിരുന്നു അത് പറയുമ്പോൾ. കുട്ടിയുടെ മുഖശ്രീയും പഠിപ്പിലുള്ള സാമർഥ്യവും അതോടൊപ്പം ദാരിദ്ര്യം എടുത്തു കാണിക്കുന്ന ശരീരവും കെട്ടും മട്ടും കൂട്ടത്തിൽ ധാർഷ്ട്യവും എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ എവിടെയോ എന്തോ പന്തിക്കേട് തോന്നി. കണക്കിൽ മാത്രമല്ല, മിക്ക വിഷയത്തിലും കുമാർ മിടുക്കനായിരുന്നു. എങ്കിലും കായിക രംഗത്തായിരുന്നു അവന് കൂടുതൽ താല്പര്യം. ആ അഭിനിവേശം കുറച്ചൊക്കെ അവൻ്റെ പഠിപ്പിനെ ബാധിക്കുകയും ചെയ്തു. പിന്നീട് ക്ലാസ്സിലെ 1ാം സ്ഥാനം നഷ്ടപ്പെടുത്തിയെങ്കിലും പഠിപ്പിൽ മോശമായില്ല. ഒരു ദിവസം അവനിട്ട് കൊണ്ടുവന്ന ഷർട്ടിൻ്റെ പിൻഭാഗം ഒരു നാണയത്തിൻ്റെ വലിപ്പത്തിൽ കീറിയിരിക്കുന്നത് താൻ ശ്രദ്ധിച്ചു. പിറ്റേന്ന് അവനുള്ള ഒരു പുതിയ ഉടുപ്പുമായിട്ടാണ് ക്ലാസ്സിൽ ചെന്നത്. വിളിച്ചു മാറ്റി നിർത്തി കയ്യിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ അന്ന് ആദ്യമായി അവൻ കരച്ചിൽ നിയന്ത്രിക്കാൻ പാടുപെടുന്നത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ക്ലാസ് കഴിഞ്ഞ് അവനെ വിളിച്ചുകൊണ്ടുപോയി വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അച്ഛനില്ല, അവൻ പറഞ്ഞു. ഇപ്പോൾ ഒരാൾ അമ്മയ്ക്ക് വന്നുകൂടിയിട്ടുണ്ട്. അച്ഛനെന്ന് വിളിക്കാൻ അമ്മ പറയുന്നു. അമ്മ കൂലിപ്പണിയെടുത്താണ് അവനെയും ഇളയ സഹോദരിയെയും പോറ്റുന്നത്. ഇപ്പോഴത്തെ അച്ഛനോട് അവന് വെറുപ്പാണ്. എനിക്ക് കണ്ടുകൂടാ മാഷേ. അത് പറയുമ്പോൾ മുഖം കല്ലിച്ചിരുന്നു. ഒരു ധിക്കാരിയെ മാഷ് അവനിൽ മുൻപും കണ്ടിട്ടുള്ളതാണല്ലോ എന്നോർത്തുപോയി. പക്ഷേ വീട്ടിലെ ചുറ്റുപാടും ജീവിത സാഹചര്യവും കഷ്ടപ്പാടും ദാരിദ്ര്യവും എല്ലാം കൂടി കേട്ടപ്പോൾ സഹാനുഭൂതി കൊണ്ട് മനസ്സ് നിറഞ്ഞു തോവി. അച്ഛനില്ലാത്ത അവൻ്റെ അമ്മ നേരിടുന്ന മാനസിക വൈഷമ്യങ്ങൾ ആ പിഞ്ചു മനസ്സിനെ വല്ലാതെ നോവിക്കുന്നുണ്ടായിരുന്നു. വീടും വീട്ടുപേരുമൊക്കെ പറഞ്ഞു കേട്ടപ്പോഴാണ് അവൻ്റെ അച്ഛൻ തൻ്റെ ഒരകന്ന ബന്ധുവാണല്ലോ എന്ന് മാഷ് കുറ്റബോധത്തോടെ ഓർത്തത്. ആദ്യം താൻ അവന് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തു. പുസ്തകമായും പേനയായും ഉടുപ്പുകളുമായുമൊക്കെ ആ സഹായങ്ങൾ അവനിലെത്തി. ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്നും ആഹാരം കൊണ്ടു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ അവൻ നിരസിച്ചു. പോകെ പോകെ മാഷിൽ അവൻ സ്വന്തം അച്ഛനെ തന്നെ കാണുകയായിരുന്നു. അവനുള്ള പൊതിച്ചേറ് എന്നും മാഷ് കരുതുമായിരുന്നു. അങ്ങനെ ആ ബന്ധം വളരവേ പുത്ര നിർവിശേഷമായ ഒരാത്മബന്ധം തൻ്റെ ഉള്ളിലും വേരുന്നത് മാഷ് അറിയുകയായിരുന്നു. അവനും ഒരച്ഛനോടുള്ള സ്വാതന്ത്ര്യം കാട്ടിത്തുടങ്ങിയപ്പോഴാണ് ഒരു ദുർബല നിമിഷത്തിൽ മാഷ് അവനോട് ചോദിക്കാൻ തോന്നിയത്, നീ പോരുന്നു എൻ്റെ കൂടെ, എൻ്റെ വീട്ടിലേക്ക്? ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് വേണ്ടത് ചെയ്യാം. പറ്റുന്നിടത്തോളം പഠിപ്പിക്കാം. വലിയ വലിയ വാഗ്ദാനങ്ങളൊന്നും തരുന്നില്ല. കാരണം ഞാനും ഒരു പ്രാരാബ്ധക്കാരനാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിർദോഷകരമായ മറ്റൊരു കണക്കുകൂട്ടൽ നടക്കുന്നുണ്ടായിരുന്നു. ബുദ്ധിയും യുക്തിയും കൂടി സമന്വയിച്ച്. തനിക്കൊരു മകനില്ല, അമ്മയില്ലാത്തൊരു മകൾ മാത്രം. നാളെയൊരിക്കൽ ഇവൻ അവൾക്കൊരു സഹായിയാകും. മാത്രമല്ല, വീട്ടിലാകുമ്പോൾ അവൻ്റെ പഠിപ്പിൽ തനിക്ക് കൂടുതൽ ശ്രദ്ധിക്കാനുമാവും. മുതിർന്ന ക്ലാസ്സിലായതുകൊണ്ട് മോൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കാൻ അവനെ കൊണ്ട് കഴിയും. ഒരാൺകുട്ടി തുണയുള്ളത് എല്ലാം കൊണ്ടും തനിക്കൊരു നേട്ടമാണ്, ബലമാണ്. അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരിടി വെട്ടിയപ്പോൾ ചിന്തകൾ അവിടം മുറഞ്ഞു. ഉച്ച മുതൽ കാറും കോളും കൊണ്ട് മാനം കറുത്തിരുണ്ടിരുന്നു. ഘനീഭവിച്ചു നിന്ന മേഘങ്ങൾക്കിടയിൽ പെയ്യണോ വേണ്ടയോ എന്ന് തർക്കിച്ചു നിന്ന മഴ കാർമേഘപാളികളെ വകഞ്ഞു മാറ്റി നൂൽവണ്ണത്തിൽ താഴേക്കൊഴുകി ആശ്വാസം കൊണ്ടു. ആകാശത്ത് കാറ് കൊണ്ടത് കണ്ടപ്പോൾ മുതൽ മുറ്റത്തുണങ്ങാനിട്ടിരുന്ന വിറക് പെറുക്കി തുടങ്ങിയതാണ് ശാരദ.
മഴ തൂളി തുടങ്ങിയിട്ടും പെറുക്കി തീർന്നില്ല. ഏങ്ങി വലിച്ച് വിറകുമായി വരുന്ന ശാരദ കണ്ടു. അനന്തതയിലെവിടെയോ ദൃഷ്ടിയൂന്നി അനങ്ങാതെയിരിക്കുന്ന അച്ഛനെ. അദ്ദേഹം ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ചിന്തകൾ മറ്റെവിടെയോ വ്യാപരിക്കുകയായിരുന്നു. മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ തിരിച്ച് പിന്നോക്കം പായുകയായിരുന്നു. പാഞ്ഞുപോയി ഒരു മഴക്കാലത്തെ മേൽക്കൂര ചോരുന്ന വീടിൻ്റെ ഉമ്മറത്ത് ചെന്നിടിച്ചു നിന്നു. 1-2 ഓടുകൾ പൊട്ടിയതാണ്. അതൊന്ന് മാറ്റിയിടണം. കഴുക്കോലിന് ക്ഷതമുണ്ട്, അതും മാറണം. അതിനാളെ വിളിക്കണം. പണത്തിനാണെങ്കിൽ വല്ലാത്ത ഞെരുക്കം. കുമാറിൻ്റെ സ്കൂൾ ഫീസ് കൊടുത്തിട്ടില്ല. അവനൊരു കുട വാങ്ങണം. ഇതൊക്കെ ഒരച്ഛൻ്റെ ഉത്തരവാദിത്തമാണ്. നരച്ച കുട ചൂടിപ്പോവാൻ അവന് നാണക്കേടാണത്രേ. ശാരദ അത്തരമൊന്ന് ചൂടിപ്പോകുമ്പോൾ അവൻ പുച്ഛത്തോടെ അത് നോക്കി നിൽക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മഴയിപ്പോൾ തിമിർത്തു പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. മുറ്റത്ത് വീണു പൊട്ടിച്ചിതറുന്ന തുള്ളികൾ. വീഴ്ചയുടെ ആഘാതത്തിൽ അവ സൃഷ്ടിക്കുന്ന ചെറുവൃത്തങ്ങളിൽ മാഷിൻ്റെ കണ്ണുകളൊടുക്കി. ഓർമ്മകൾ വീണ്ടും സ്കൂൾ അങ്കണത്തിലേക്ക് തന്നെ മടങ്ങിയെത്തി. അന്ന് താൻ ചോദിച്ചതിന് മറുപടിയായി മറ്റൊന്നും ആലോചിക്കാതെ അവൻ കൂടെ വരാമെന്ന് ഉടനടി സമ്മതം മൂളുകയാണുണ്ടായത്. തനിക്കെന്തോ ഒരു വല്ലായ്മയാണപ്പോൾ തോന്നിയത്. അവന് പെറ്റമ്മയോട് പോലും അനുവാദം ചോദിക്കേണ്ട എന്നാണോ? അത്ഭുതപ്പെട്ടു പോയി. അതുകൊണ്ട് കൂടിയാണ് ഇത്രയും പറഞ്ഞത്. എങ്കിൽ വീട്ടിൽ ചെന്ന് അമ്മയോട് സംസാരിച്ച് സമ്മതം തന്നാൽ അത്യാവശ്യ സാധനങ്ങളും എടുത്ത് നീ വേണമെങ്കിൽ നാളെ തന്നെ അങ്ങോട്ട് പോന്നോളൂ. സമ്മതിച്ചില്ലാച്ചാൽ ഞാൻ വന്ന് സംസാരിക്കാം. എന്തായാലും ഞാൻ വന്ന് അവരെ കാണുന്നുണ്ട്. പക്ഷേ അത് വേണ്ടി വന്നില്ല. അടുത്ത ദിവസം അവനെത്തി. ആദ്യമൊക്കെ ആകെ ഒരു അപരിചിതത്വമായിരുന്നു. ദിവസങ്ങൾ പോകെ വീട്ടിലെ ഒരംഗമായി കുമാർ മാറുകയായിരുന്നു. പിന്നീട് ശാരദ അവൻ്റെ കളിക്കൂട്ടുകാരിയുമായി. അവൻ അവളെ ശാരി എന്ന് നീട്ടി വിളിക്കുമ്പോൾ കേട്ടു നിൽക്കുന്ന തൻ്റെ ദേഹമാകെ കുളിരുക്കോരുമായിരുന്നു. അവൾക്ക് ഉത്തരവാദിത്തമുള്ള തൻ്റെ ഇടമുള്ള ഒരു സഹോദരനുണ്ടായി എന്ന് സന്തോഷിക്കുമായിരുന്നു. കരുത്തനായ ആണൊരുത്തൻ ഈ വീടിനും തൻ്റെ മകൾക്കും താങ്ങാകുമെന്ന് പ്രത്യാശിച്ചു. തൻ്റെ തുച്ഛമായ വരുമാനം വീട്ടുചെലവുകൾക്ക് പോലും ചിലപ്പോൾ തികയുമായിരുന്നില്ല. മാസാവസാനമാകുമ്പോൾ പണത്തിന് വല്ലാത്ത ഞെരുക്കം. അപ്പോഴൊക്കെ രക്ഷയ്ക്കെത്തിയത് പുരയിടത്തിൽ നിന്ന തെങ്ങുകളായിരുന്നു. അതിലെ വിളകളായിരുന്നു. മാഷിൻ്റെ നോട്ടം വീടിനു നേരെ മുന്നിലായി. പറമ്പിനരികിൽ നിന്ന തെങ്ങിൻ്റെ മണ്ടയിലേക്കായി. മണ്ടയൊക്കെ പോയിരിക്കുന്നു ഇപ്പോൾ. സഹതാപത്തോടെ കണ്ണുകളടച്ച് ആത്മഹത്യം ചെയ്തു. അച്ഛാ അച്ഛാ! ശാരദയുടെ കിതച്ചുകൊണ്ടുള്ള വിളി മാഷ് കേട്ടില്ല. അവളടുത്തേക്ക് ചെന്ന് വീണ്ടും വിളിച്ചു. അച്ഛാ! അച്ഛൻ ഉറങ്ങുകയാണോ? സ്വപ്നം കാണുകയാണോ? അതോ പതിവ് പോലെ ചിന്തിച്ചു കൂട്ടുകയാണോ? എന്താ കുട്ടി? അദ്ദേഹം കണ്ണു തുറന്നു നോക്കി. നന്ദിനി ഇതാ കുറ്റിയും പിഴുതോണ്ട് പറമ്പു നീളെ പായുന്നു. എനിക്ക് വയ്യ അതിൻ്റെ പിന്നാലെ ഓടാനും പിടിക്കാനും. ഞാൻ എന്ത് ചെയ്യാനാ ശാരദേ? എനിക്കെന്തേലും ആകുമോ? ആ, അച്ഛനാകും. ആലോചിച്ചു കൂട്ടാനോ സങ്കടപ്പെടാനും. എൻ്റെ സങ്കടം ഞാൻ ആരോട് പറയാൻ? നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. അമർഷടക്കാനാവാതെ ആരോടൊന്നില്ലാതെ അവൾ പറഞ്ഞു. കുട്ടൻ വന്നോ ശാരദേ? ചോദ്യം അവളെ കൂടുതൽ ചൊടിപ്പിച്ചു. വന്നാൽ അച്ഛനും കാണത്തില്ലേ? ആസ്ഥാനത്തുള്ള മാഷിൻ്റെ അന്വേഷണം അവൾക്ക് തീരെ രുചിച്ചില്ല. ശംഖു അടയ്ക്ക പറിച്ചതേയുള്ളൂ, നാളികേരം പിരിച്ചില്ല. മാഷ് അവളെ ഓർമ്മിപ്പിച്ചു. അതിന് ഏത് തെങ്ങിൽ കിടക്കുന്നു കേരം? താൻ പറയുന്നതൊന്നും അച്ഛൻ ചെവികൊള്ളുന്നില്ലെന്ന് കണ്ടപ്പോൾ ശാരദയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റാതായി. അവൾ ചവിട്ടിക്കുലുക്കി തിരിഞ്ഞു നടന്നു. ശാരദ പോയതും അദ്ദേഹം വീണ്ടും ചിന്തയിലാണ്ടു. എന്തുമാത്രം നാളികേരം കിട്ടിക്കൊണ്ടിരുന്ന ഒരു പുരയിടമായിരുന്നത്. നല്ലൊരു വരുമാന മാർഗമായിരുന്നു. വീട്ടിൽ എന്തൊക്കെ കുറവുകളുണ്ടായാലും കുമാറിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തരുതെന്ന് നിഷ്കർഷിച്ചിരുന്നു അന്നൊക്കെ. അതിനുവേണ്ടി പുരയിടം പോലും പണയപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് തനിക്ക്. തൻ്റെ ആ ദൗർബല്യം അവൻ മുതലാക്കുകയും ചെയ്തിരുന്നു. ഇടയ്ക്കൊക്കെ അമ്മയെയും അനുജത്തിയെയും കാണാൻ പോകും. അന്ന് തന്നെ മടങ്ങിയെത്തുകയും ചെയ്യും. അവനിലെ സ്വാർത്ഥമതിയെ അന്നേ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്ന് മാഷ് സങ്കടപ്പെട്ടു. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് പോലും ശിഷ്യന്മാർ ഗുരുക്കന്മാരെ ദൈവത്തെ പോലെ കണ്ട് അവർക്ക് വേണ്ടി എന്തു സേവനവും ചെയ്യുമായിരുന്നു. ഇതും ഏതാണ്ട് അതുപോലെ തന്നെ. പക്ഷേ ഇവിടെയും സഹായങ്ങളുണ്ടായിരുന്നു. ചില മുൻവിധിയോടെ, സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി, ചില ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി അത് നേടുന്നതിന് വേണ്ടി. ശാരദ 8ാം തരത്തിൽ പഠിക്കുന്നു. ഒരു ദിവസം അകാരണമായി അവൾ ക്ലാസ്സിൽ കുഴഞ്ഞു വീണു. ഒട്ടും പ്രതീക്ഷിക്കാതെ. അന്ന് സ്കൂൾ ഫൈനലിൽ എത്തിയിരുന്നു കുമാർ. സ്കൂൾ അധികൃതർ ആദ്യം വിവരമറിയിച്ചത് അവനെയാണ്. താൻ എത്തും മുൻപ് അവളെയും കൊണ്ട് ഒരു ഓട്ടോയിൽ അവൻ ആശുപത്രിയിലേക്ക് കുതിച്ചു. അന്ന് അവൻ തന്നേക്കാൾ വേദനിക്കുന്നുണ്ടായിരുന്നെന്ന് മാഷ് ഓർത്തു. ഡോക്ടർമാരായി, മരുന്നായി, ഇഞ്ചക്ഷനായി, പിന്നെ മരുന്നുകളായി. കുറച്ച് ദിവസം അവിടെ കിടത്തേണ്ടി വന്നു. പക്ഷേ തൽക്കാലത്തൊരു ശമനം കണ്ടതല്ലാതെ അസുഖം തീർത്തും ഭേദമായില്ല. അവസാനം ഒരു നാട്ടുവൈദ്യരെ തന്നെ അഭയം പ്രാപിച്ചു. പിള്ളവാദം വൈദ്യർ വിധിച്ചു. നീണ്ട കാലത്തെ ചികിത്സ വേണ്ടിവരും. നിത്യവും രോഗിയെ എൻ്റെ അടുത്ത് എത്തിക്കേണ്ടിയും വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം, വൈദ്യർ പറഞ്ഞു. ചികിത്സ തുടങ്ങി. കാലനക്കാൻ പാടില്ലാത്ത കുട്ടിയെ എടുത്ത് സൈക്കിളിലിരുത്തി കിലോമീറ്ററുകൾ താണ്ടി വൈദ്യരുടെ അടുത്തേക്ക് എത്തിക്കാൻ കുമാർ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. വളരെ കൃത്യനിഷ്ഠ പാലിച്ചിരുന്നു അക്കാര്യത്തിൽ.
അതൊരു കടമയോ ഉത്തരവാദിത്തമോ ചുമതലയോ ഒക്കെയായി അവൻ ഏറ്റെടുത്തു. ഓർത്തപ്പോൾ കരച്ചിൽ വന്നു മാഷിന്. അത് ആ ശുദ്ധ മനസ്സിൽ ഒരു നിമിഷത്തേക്ക് അവനോടുള്ള കൃതജ്ഞത വന്നു നിറഞ്ഞിട്ടായിരുന്നു. സ്നേഹമെന്ന വികാരം ഉള്ളിൽ തിങ്ങിയ വെറുപ്പുമായി സന്ധി ചെയ്തപ്പോൾ ഹൃദയമലിഞ്ഞ് കണ്ണുനീരായി പുറത്തു വന്നു. അത് ഇറുകെ അടച്ച കണ്ണുകൾക്ക് ഇരു കോണിലൂടെയും ചാലു കീറി താഴേക്ക് ഒഴുകി. അത്താഴം കഴിക്കാനായി അച്ഛനെ വിളിക്കാൻ വന്ന ശാരദ കണ്ടു അച്ഛൻ്റെ കൺകോണിലെ മഴപ്പെയ്ത്ത്. പുറത്തു പെയ്തു തുടങ്ങിയ മഴയിപ്പോൾ അച്ഛൻ്റെ കണ്ണുകളിൽ പുനർജനിച്ചിരിക്കുന്നു. അവളൊന്നും ചോദിച്ചില്ല. മൃദുല വികാരങ്ങളോ സഹതാപമോ അനുകമ്പയോ ഒന്നും അത്ര പെട്ടെന്നൊന്നും അവളിൽ ഉണരില്ല ഇപ്പോൾ. കരഞ്ഞിട്ടെങ്കിലും അച്ഛനൊന്ന് ആശ്വസിച്ചോട്ടെ. എന്തെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാലും അച്ഛനൊന്നും പറയാനുണ്ടാവില്ല എന്നവൾക്കറിയാം. വെറുതെ എന്തിനു ചോദിച്ചു വീണ്ടും വിഷമിപ്പിക്കണം. ശാരദ പിന്തിരിഞ്ഞു. ശാരദയ്ക്ക് ഇടതുകാൽ മുട്ടിനായിരുന്നു വേദനയത്രയും. വേദനയ്ക്ക് അല്പം ആശ്വാസം കണ്ടതോടെ ചികിത്സ ഇനി വീട്ടിൽ തുടർന്നാൽ മതിയെന്ന് വൈദ്യർ കൽപ്പിച്ചു. ലേഹ്യം, കഷായം ഇവ രണ്ടും വീട്ടിലുണ്ടാക്കണം. അനുസാരിയായി വൈദ്യർ തന്ന ചില പൊടികളും കഴിക്കണം. മരുന്നുകളെല്ലാം കൃത്യസമയത്ത് തന്നെ കഴിപ്പിക്കണം എന്ന് കുമാരനെ പറഞ്ഞേൽപ്പിച്ചു. പിന്നെ പഥ്യാഹാരം ഉണ്ടാക്കുകയും കഴിപ്പിക്കുകയും വേണമായിരുന്നു. തനിക്കുണ്ടോ അതിനെല്ലാം കൂടി നേരം? ജോലിക്കിടയിൽ അത്രയധികം സമയം എവിടുന്ന് കണ്ടെത്താനാവും? വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. കുമാര കൂടെയുള്ളത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. എങ്കിലും രണ്ടു പേർക്കും പരീക്ഷാ സമയമാണ്. അവനാണെങ്കിൽ വളരെ നിർണായകമായ 10ാം ക്ലാസ്സിലെ അവസാന വർഷ പരീക്ഷയും. തനിക്കുമുണ്ട് സ്കൂളിലും വീട്ടിലും പിടിപ്പത് ജോലി. മകളാണെങ്കിൽ ഇടയ്ക്കിടെ സങ്കടപ്പെടുന്നു. എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന്. അത് കാണുമ്പോൾ മാഷിന് ഹൃദയം പിടിച്ചു കീറുന്ന വേദന അനുഭവപ്പെടും. എന്നാലും പകരം ഒരു ജ്യേഷ്ഠനെ ദൈവം തന്നില്ലേ എന്ന് മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. പരീക്ഷയെടുത്തപ്പോൾ വേദനയുണ്ടെങ്കിലും ഒരുവിധം എണീറ്റ് നിൽക്കാമെന്നായി അവൾക്ക്. ഒന്നും പഠിക്കാൻ കാര്യമായി സാധിച്ചില്ലെങ്കിലും പരീക്ഷ എഴുതണമെന്ന ഒരേ വാശിയായിരുന്നു. ദിവസവും മകളെ എടുത്ത് സൈക്കിളിലിരുത്തും. അപ്പോഴേക്കും വേദനിച്ച് നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ ഒരുവിധത്തിൽ സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ച് അവളെ കോരിയെടുത്ത് കൊണ്ടുപോയി ബെഞ്ചിലിരുത്തും. എഴുതി കഴിഞ്ഞാൽ തിരിച്ചതേപോലെ വീട്ടിലേക്കും. പരീക്ഷ തീരും വരെ താനാ കൃത്യം ചിട്ടയോടെ തെല്ലും വീഴ്ച വരുത്താതെ നിർവഹിച്ചു പോന്നു. ശാരീരിക അസ്വാസ്ഥ്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും കാരണം പഠിക്കാനുള്ള മാനസികാവസ്ഥയോ ഉത്സാഹമോ തീരെ ഉണ്ടായിരുന്നില്ല അവൾക്ക്. പഠിക്കാൻ മിടുക്കിയായിരുന്ന കുട്ടി അങ്ങനെ അക്കൊല്ലം കഷ്ടിച്ച് കടന്നുകൂടിയെങ്കിലും കാലിൻ്റെ ബലക്കുറവും വേദനയും മൂലം നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ പിറ്റേ കൊല്ലം സ്കൂളിൽ പോയതുമില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് പഠിപ്പിച്ചു പരീക്ഷ എഴുതി ജയിച്ച് 10ാം തരത്തിലെത്തിയപ്പോഴും ചികിത്സ തുടർന്നുകൊണ്ടേയിരുന്നു. സ്കൂൾ ഫൈനൽ പരീക്ഷ എടുത്തപ്പോൾ ശാരദ പിച്ച വച്ച് നടക്കുമെന്നായി. പക്ഷേ അപ്പോഴാണ് എല്ലാവരിലും ഞെട്ടലുളവാക്കുന്ന ഒരു വസ്തുത ശ്രദ്ധയിൽപ്പെട്ടത്. ശാരദയുടെ ഒരു കാൽ ശോഷിച്ചിട്ടുണ്ട്. നടക്കുമ്പോൾ അവൾ ഏന്തുന്നുണ്ട്, ഒരു ചട്ടുകാലിയെപ്പോലെ. ആ കാഴ്ച മാഷിൻ്റെ മനസ്സിൽ തീ കോരിയിട്ടു. ശാരദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ ആഘാതം താങ്ങാനാവാതെ അച്ഛൻ്റെ സങ്കടമാണ് അവളെ ഏറെ ദുഃഖിപ്പിച്ചത്. ജീവിതത്തോട് തന്നെ അവൾക്ക് വിരക്തി തോന്നിത്തുടങ്ങി. അതേ വർഷം തന്നെയാണ് കുമാർ ദൂരെയുള്ള കോളേജിൽ അഡ്മിഷൻ നേടി പോയത്. ഹോസ്റ്റലിൽ താമസ സൗകര്യം ശരിയാക്കി മടങ്ങുമ്പോൾ ആഴ്ചയിലൊരിക്കൽ വീട്ടിൽ വരണമെന്ന് അവനെ ചട്ടം കെട്ടി. നിർബന്ധമായും വരണമെന്ന് വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു മാഷ്. കഥ തുടരും.